ഓക്കെ ഫൈൻ ഫൈൻ കിട്ടി ഓക്കെ. അപ്പം നോക്കിക്കോളൂ. അപ്പം നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ഇലക്ട്രിക് ഫീൽഡാണ് പഠിച്ചത്. അതായത് അത് എന്തായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. പൊട്ടൻഷ്യൽ എനർജി അതായത് നമ്മൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞത്, ഒരു പ്ലസ് ക്യൂ മൈനസ് ക്യൂ ചാർജ് ഇങ്ങനെ വരയ്ക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രിക് ഫീൽഡ് വന്നു. ഇതിനിടയിൽ ഞാൻ എന്ത് വെച്ചു, ഒരു ഡൈപോൾ കൊണ്ട് വെക്കുകയാണ്. അതായത് ഇവിടെ മൈനസ് ക്യൂവും ഇവിടെ പ്ലസ് ക്യൂവുമായിട്ടുള്ള ഒരു ഡൈപോൾ ഞാൻ കൊണ്ടുവച്ചു. ഇപ്പം ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് ഈ ഡൈപോൾ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഡൈപോളിനെ എനിക്ക് എങ്ങനെ കൊണ്ടുവരണം അറിയാമോ? ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. അതായത് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇത്രയും വരെ റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഇപ്പം ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ θ1 ആണ് അല്ലേ? θ1 ആണ്. അതിനെ ഇപ്പൊ ചരിച്ചു വെക്കുമ്പോഴത്തേക്കും ഈ ആംഗിൾ മാറി, ഈ ആംഗിൾ θ2 ആയി. അതായത് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിനെ, അതായത് θ1 ഇരിക്കുന്ന ആംഗിളിനെ എന്ത് ചെയ്യണം, ഇങ്ങനെ കൊണ്ടുവരണം. കണ്ടോ, ഇത് θ2 ആക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. അതിന്റെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് എന്തായിട്ടായിരുന്നു കിട്ടിയത്? അതായത് u ഈസ് ഈക്വൽ ടു PE ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2 എന്നായിരുന്നു നമുക്ക് കിട്ടിയത്. ഓക്കെ ആയിരുന്നല്ലോ? ഓക്കെ. അപ്പോൾ ഇതിന് 3 കേസ് ഉണ്ട്. അവിടെ മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ, നിങ്ങൾ ഒരു റൂമിലായിരിക്കും ഇരിക്കുന്നത്. ആ റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലെ വോള് പോസിറ്റീവ് ചാർജും റൈറ്റ് സൈഡിലെ വോളിൽ ഫുള്ള് നെഗറ്റീവ് ചാർജും ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ടാവും, നിങ്ങളുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. അതിനിടയ്ക്ക് നിങ്ങളൊരു പേന കൺസിഡർ ചെയ്യുക. പേന തന്നെ ഇങ്ങനെ ചരിച്ച് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ, അതായത് ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് പാരലായിട്ട്, അല്ലെങ്കിൽ മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് പാരലായിട്ടല്ല, അലൈൻഡ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പേന വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളിൽ നിന്ന്, ഇപ്പം ഈ ആംഗിളിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ എന്തോരം വർക്ക് ഡൺ ചെയ്യണം. അപ്പോൾ അവിടെ വർക്ക് ഡൺ ചെയ്യുന്നതിൻ്റെ ആവശ്യകത ഞാൻ പറഞ്ഞായിരുന്നു. നോർമലി അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് കണ്ടോ, ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ നെഗറ്റീവ് ചാർജ് ഇതിനെ ഇങ്ങോട്ടേക്ക് വലിക്കുകയും, ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ ഡൈപോളിന്റെ നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ടേക്ക് വലിക്കുകയും ചെയ്തിട്ട് അവിടെ ടോർക്കാണ് ഉണ്ടാകുന്നത്. ശരിക്കും അവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റിയൽ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. പക്ഷേ വർക്ക് ഡൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ, നമ്മളിപ്പം ഒരാൾ ഇങ്ങനെ തെളിവാണ്, അപ്പോൾ നമുക്ക് തെളിയിപ്പോൾ നമ്മൾ എനർജി ഒന്നും കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആ ആൾ തെള്ളുന്ന ആൾ നമ്മളെ തെളി എവിടെയെങ്കിലും കൊണ്ട് കളയും. അപ്പോൾ നമുക്ക് അവനെ ഒബ്ജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഒപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കണം, അതായത് തിരിച്ച് വർക്ക് ചെയ്യണം. അപ്പം നോർമൽ ടോർക്ക് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവിടെ വർക്ക് ഡൺ ചെയ്യുന്നത്. അതായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആകുന്നത്. അപ്പം ഒരു θ1 ആംഗിളിൽ ഇരിക്കുന്ന ഒരു ഡൈപോളിനെ θ2 ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തോരം വർക്ക് ഡൺ ചെയ്യണോ അതായിരിക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പം മുതലേ നോട്ട് എഴുതിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കേസ് 1 എന്ന് കൊടുക്കുക. നിങ്ങൾ ഇതുവരെ എഴുതിയ നോട്ടിൻ്റെ താഴെ കേസ് 1 എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പം ബ്രാക്കറ്റിൽ എഴുതുക ഡൈപോൾ അറ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഡൈപോൾ അറ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്ന അവസ്ഥയാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ അതെങ്ങനെയായിരിക്കും? നമുക്ക് വേണമെങ്കിൽ റഫായിട്ട് തന്നെ ഇങ്ങനെ വരയ്ക്കാം. നിങ്ങളും ബുക്കിനകത്ത് അങ്ങനെ വരച്ചിട്ടോ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ, പ്ലസ് ക്യൂ മൈനസ്, ഇല്ലേ? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ പോകുന്നു. ഇത് എന്താണ്? ഇതിങ്ങനെ പോകുന്നു. ഇതിങ്ങനെ പോകുന്നു. ഇത് കണ്ടോ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു ഡൈപോൾ കൊണ്ടുവച്ചു. നമ്മൾ ഒരു ഡൈപോൾ തന്നെ ഇങ്ങനെ കൊണ്ടുവച്ചു. ഡൈപോളിന്റെ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സോറി, നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരുന്നു. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ വെക്കുമ്പോൾ ഡൈപോൾ എങ്ങനെ ഇരിക്കണമെന്ന് അറിയാമോ? ഡൈപോൾ വേണ്ട ഇങ്ങനെ ഇതിന് പാരലായിട്ട് ഇരിക്കണം. ഓക്കെ. അപ്പം അലൈൻ ചെയ്തിട്ട് പാരലായിട്ട് ഇരിക്കണം. പക്ഷേ ഇതിന്റെ പോസിറ്റീവ് ചാർജ് ഇവിടെയും നെഗറ്റീവ് ചാർജ് ഇവിടെ, എന്നാലേ ഇതുമായിട്ട് അട്രാക്ട് ആകത്തുള്ളൂ, ഇതുമായിട്ട് അട്രാക്ട് ആകത്തുള്ളൂ. ഇതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം.
ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുമ്പോൾ നോക്കിയേ, നമ്മൾ നേരത്തെ ഇങ്ങനെ വെച്ചപ്പം ഇതായിരുന്നു θ1, ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയപ്പോൾ ഇത് θ2. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇപ്പം ഇതിൻ്റെ θ1 എന്താ? ഡബ്ല്യു എന്ന് പറയാൻ പറ്റുമോ? ഇതിൻ്റെ θ1 എന്തായിരിക്കും? ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ θ1 എന്തായിരിക്കും? ഡബ്ല്യു കേൾക്കാമോ? ഇപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു, ഒരു ഡൈപോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുവെക്കുവാണെങ്കിൽ ഈ കൺസിഡർ ചെയ്യുന്ന ആംഗിളാണ് θ1. ഈ θ1ൽ നിന്ന് എനിക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇതിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പുതിയ ആംഗിൾ എന്ത് വന്നു? θ2 വന്നു. അപ്പം ഇത് ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ഒരു പൊസിഷൻ കൺസിഡർ ചെയ്തതാണ്. പക്ഷെ അതിനകത്ത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോൾ തന്നെ ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ഡൈപോൾ ഇങ്ങനെ ഇരിക്കുന്ന പറയുമ്പോൾ നോക്കിയേ, ഇവിടെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ടാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നോക്കിയേ, ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും ഒരേപോലെ. അപ്പോൾ ഇവിടുത്തെ θ1 എന്തായിട്ട് നമുക്ക് എടുക്കാം? ഡേവിയ കേൾക്കാമോ? Theta equals to 0. Yes, θ1 is equal to 0. അപ്പം നമുക്ക് അറിയാം, ഏതെങ്കിലും രണ്ട് ആംഗിൾ, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇടയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിൾ കൊണ്ടുവച്ചിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേറെ ഏതെങ്കിലും ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ U is equal to PE cos θ1 minus θ2 ആണ്. അങ്ങനെയാണെങ്കിൽ θ1 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വെക്കുന്ന ആംഗിളും θ2 എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന ആംഗിളുമാണ്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ θ1 എന്തായിട്ട് മാറും? θ1 എന്ന് പറയുന്നത് 0 ആണ്. θ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ആംഗിൾ ഇപ്പം ഇങ്ങനെ വെച്ചിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെയോ ഇങ്ങനെ 90 ഡിഗ്രിയോ 180 ഡിഗ്രിയോ എങ്ങനെ വേണം കൊണ്ടുവരാം. അപ്പം ഞാൻ θ1 0 എന്ന് എടുത്തിട്ട് θ2 ഏതോ ഒരു ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോവാം. അത് ഇപ്പം ഇങ്ങനെ വെച്ച് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാം, എങ്ങനെ വേണേ ആക്കാം. പക്ഷേ തുടങ്ങുന്നത് എന്താണ്? 0 എന്നാണ് നമ്മൾ എടുക്കുക, ഇല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? Therefore നമുക്ക് എന്തായിട്ട് മാറും? U is equal to PE എന്താണ്? cos 0 θ1 ആണ്, cos θ1 minus cos θ2 ആണ്, θ2 ആണ്. അങ്ങനെയാണ് നമുക്ക് U is equal to PE cos θ1 എന്ന് പറയുന്നത് 0 മൈനസ് എന്ത് വരുന്നു? അല്ല സോറി, cos 0 എന്ന് പറയുമ്പോൾ 1 ആണല്ലോ. cos 0 മൈനസ് cos θ എന്ന് എഴുതാം. θ2 എന്ന് പറയുമ്പോൾ θ ആയിട്ട് എടുത്തു. അപ്പോൾ U is equal to PE into 1 minus cos θ എന്ന് വരുന്നു. 1 minus cos θ. ഇതായിരിക്കും ആ കേസിലെ ഇക്വേഷൻ. എഴുതിയെടുക്കാം. ഇത് വേണമെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻ ഫൈനൽ കണ്ടീഷൻ എന്ന് പറഞ്ഞ് റഫായിട്ട് വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ. ഇത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെ, അതായത് ഇതിപ്പം തീറ്റ വേണമെങ്കിൽ ഇത് θ1 നോക്കിയോ, ഇത് θ1 0 ആയിട്ട് എടുത്തു, അതാണ് ഈ കണ്ടീഷൻ. ഇനി ഇതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്ത് വേറെ ഏതോ ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്തു, അതായത് ഇത് മൈനസ് ക്യൂ ഇത് പ്ലസ് ക്യൂ, കണ്ടോ? ഇതിനെ ഞാനിപ്പോൾ തീറ്റ ആയിട്ട് എടുത്തിരിക്കും. ഇത് θ2 ആണ്, θ2 തീറ്റ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് θ2 എന്താണ്? തീറ്റ ആയിട്ട് എടുത്തു. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനത്തിനെ ഇങ്ങനെ ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ ആണ്, അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ആവുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ ഇക്വേഷൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അഭിരാം ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. അഭിരാം ഓക്കെ ആണോ? എഞ്ചലീന ഓക്കെ ആണോ? എഞ്ചലീന എനിക്കൊന്ന് ലാസ്റ്റ് കുറച്ച് ക്ലാസ് കയറിയില്ലായിരുന്നു തോന്നുന്നു, വീഡിയോ അയച്ചിരുന്നു, കണ്ടിരുന്നു? കണ്ടായിരുന്നു. കണ്ടു, മനസ്സിലായി. I understood, sir. Yes, sir. Able കേൾക്കാമോ? എനിക്കൊന്നും എന്തെങ്കിലും ഏബിൾ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കത്തില്ലേ? എനിക്ക് തോന്നുന്നു എന്തെങ്കിലും മൈക്കിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നില്ല. കുഴപ്പമില്ല, കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് മെസ്സേജ് ഞാൻ കിട്ടാൻ മതി. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അങ്ങനെയാണെങ്കിൽ ഇത് കേസ് 1 ആയിരുന്നു. ഇനി നമ്മൾ കേസ് 2 എഴുതാൻ പോവാണ്. കേസ് 2 നോക്കിക്കോളൂ. അപ്പം ഇത് നിങ്ങൾ നോക്കിക്കോണം, ഇതൊരൊറ്റ കേസാണ് കേട്ടോ. ഇത് ആദ്യം നമ്മുടെ ഡൈപോൾ ഇങ്ങനെയാണ് വെച്ചത്, പിന്നെ നമ്മൾ ഡൈപോൾ ഇങ്ങനെ ആക്കി. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ, അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ആവുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് ഇങ്ങനെ ഈ എഴുതിയിരിക്കുന്നത്. ഇത് ഇനീഷ്യലായിട്ട് വെച്ചിരിക്കുന്ന ഇനീഷ്യൽ പൊസിഷനാണ്. ഇനീഷ്യൽ പൊസിഷൻ അത് ഇനീഷ്യൽ പൊസിഷനാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ വെച്ചിരിക്കുന്നത്. ഇനീഷ്യൽ പൊസിഷൻ. ഇത് ഫൈനൽ പൊസിഷനാണ്. ഇനി നോക്കിക്കോ. ഇനി കേസ് 2 ആണ് നോക്കിക്കോളൂ. കേസ് 2. അപ്പോൾ കേസ് 2ൽ നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലല്ല, നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇനിഷ്യലി വെക്കുന്നത്. ഇനിഷ്യലി പെർപെൻഡിക്കുലർ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോ, നമുക്കത് റഫായിട്ടൊന്ന് വരയ്ക്കുവാണെങ്കിൽ പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ. അപ്പം പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലേക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരുന്നു. ഞാൻ ആദ്യമേ ഇനീഷ്യലി ഞാൻ ഇങ്ങനെ ആക്കുന്നത്, അതായത് ഇത് പ്ലസ് ക്യൂ ഇത് മൈനസ് ക്യൂ ഇനീഷ്യലി. ഇത് തീറ്റ എന്ന് പറയുന്നത് തീറ്റ 1 ആണ്. തീറ്റ 1 ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. തീറ്റ 1 ഈസ് ഈക്വൽ ടു ഞാൻ 90 ഡിഗ്രി. ഇവിടെ നിന്ന് ഇത് ഇനീഷ്യൽ കണ്ടീഷനാണ്, ഇനീഷ്യൽ പൊസിഷനാണ്. ഇവിടെ നിന്ന് ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് ഒരു എത്രയേലും ആംഗിൾ, ഒരു തീറ്റയോ ഏതെങ്കിലും ഒരു 180 അല്ലെങ്കിൽ ഒരു 90 ഡിഗ്രിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആംഗിൾ തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ജസ്റ്റ് പടം കൂടെ വേണമെങ്കിൽ ഒന്ന് വരച്ച് മനസ്സിലാക്കി തരാം. നോക്കിക്കോളൂ. ഇത് പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ. അപ്പോൾ ഇവിടെ പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂയിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു ആംഗിളിലേക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. ഇതിപ്പോൾ നോക്കിയേ, ഇതിപ്പോൾ തീറ്റ 1 ആണ്. ഇത് തീറ്റ 1 90 ഡിഗ്രിയാണ്. വേറൊരു ആംഗിൾ ആയില്ലേ ഇപ്പം. ഇത് തീറ്റ 2 ആണ്. അത് ഏതോ ഒരു തീറ്റ. ഇത് ഒരു ഫൈനൽ പൊസിഷനാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സാധനം ഇങ്ങനെ ആക്കാൻ വേണ്ടി ഞാൻ എന്തോരം വർക്ക് ചെയ്തു അത് കണ്ടുപിടിക്കുന്നത് ഫൈനൽ പൊസിഷൻ എഴുതിയേക്കാം. ഫൈനൽ പൊസിഷൻ. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം. ഇവിടെ നോക്കിയോ. അപ്പോൾ ഇവിടെ യു ഈസ് ഈക്വൽ ടു നമുക്കറിയാം PE ഇൻറ്റു എന്താണ് കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 ആണ്. ഇവിടെ നമുക്ക് തീറ്റ 1 തീറ്റ 2 എന്താണെന്ന് അറിയാം. PE കോസ് തീറ്റ 1 എന്ന് പറയുന്നത് കോസ് 90 ആണ്. കോസ് 90 മൈനസ് കോസ് എന്താണെന്ന് വരാം, കോസ് തീറ്റ എന്ന് എഴുതാം. കോസ് 90 0 ആണ്. അപ്പോൾ യു ഈസ് ഈക്വൽ ടു എന്താ PE കോസ് തീറ്റ. PE ഇൻറ്റു നെഗറ്റീവ് കോസ് തീറ്റ എന്ന് വരുന്നു. അവിടെ യു ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം നെഗറ്റീവ് PE കോസ് തീറ്റ നമുക്ക് എഴുതാം. നമുക്കറിയാം ഇത് രണ്ടും വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വെക്റ്റർ P ഡോട്ട് വെക്റ്റർ E എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? ഇത് നമ്മൾ ആ മുകളിൽ തന്നിരിക്കുന്ന ഇക്വേഷന്റെ 2 കേസുകളാണ്. ഇത് കൂടാതെ ജനറൽ ആയിട്ട് 3 കേസുകളുണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. എഴുതിയെടുക്കുകയാണെങ്കിൽ ആ 3 ഇതും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ജനറൽ കേസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് എഴുതിക്കോ. ജനറൽ കേസ് എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതിക്കോ. ജനറൽ കേസ്. ജനറൽ കേസിൽ എപ്പോഴും നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ തീറ്റ 1 തീറ്റ 2 നമ്മൾ നോക്കത്തില്ല. പകരം എന്താ പറയുക, ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് 90 ഡിഗ്രി, ഇങ്ങനെ വെച്ചിട്ട് എന്താണ്, അതായത് ഇപ്പം നോക്കിയോ, ഞാനത് ജസ്റ്റ് ഒരു ഇതുപോലെ പറഞ്ഞുതരാം. നമ്മൾ ജനറൽ കേസിൽ ഏത് കേസ് എടുത്തോ, ജനറൽ കേസിൽ തന്നെ 3 കേസുണ്ട്. ഇനീഷ്യൽ പോയിന്റ് ഇനീഷ്യലി എങ്ങനെയായിരിക്കും ഡൈപോൾ വെച്ചിരിക്കുന്നത്, ഇങ്ങനെയായിരിക്കും. ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങോട്ട് തിരിച്ച് 90 ഡിഗ്രി ആക്കുമ്പോൾ എന്തുമാത്രം വർക്ക് ചെയ്യണം,
ഇവനെ ഇങ്ങനെ വെച്ചിട്ട് ഇത് നേരെ തിരിക്കുന്നു, അതായത് ഇത് നേരെ 180 ഡിഗ്രി തിരിക്കുന്നു, ഇത് നേരെ തിരിച്ചിട്ട് ഇത് ഇപ്പുറത്തും വരുന്ന രീതിയിൽ തിരിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം വർക്ക് ചെയ്യുന്നു. ഇനി ഇവനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം പൊട്ടൻഷ്യൽ എനർജി അവിടെ ഉണ്ട്, അതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനറൽ കേസ് വരുമ്പോൾ നോക്കിക്കോളൂ, ജനറൽ കേസ് എഴുതിയിട്ട് നിങ്ങൾ എഴുതുക ഇക്വേഷൻ എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് ജനറൽ കേസിൽ ഇതായിരിക്കും, യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പി ഇ കോസ് തീറ്റ എന്ന് മാത്രമേ ജനറൽ കേസിൽ എടുക്കാവൂ. ഈ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് അറിയാമോ, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിളാണ്, അല്ലാതെ θ1 θ2 അല്ല. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നേരത്തെ θ1 θ2 പറഞ്ഞത് നിങ്ങൾ നോക്കിയേ, ഞാൻ ഇവിടെ കാണിച്ചു തരാം. θ1 നേരത്തെ, അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ വെച്ചപ്പോൾ θ1 എന്ന് പറഞ്ഞത് 0 ആണ്. അതിനെ വേറെ ഏതോ ഒരു ആംഗിളിലോട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്തു, അപ്പോൾ θ2. അത് ഡൈപോളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വെച്ചിട്ടാണ് θ1 θ2 പറഞ്ഞതെങ്കിൽ ഇവിടെ ആ റൊട്ടേറ്റിംഗ് ആംഗിളാണ് പറയുന്നത്. റൊട്ടേറ്റിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു, ഇതിനെ ഇത്ര റൊട്ടേറ്റ് ചെയ്തു, അപ്പോൾ എത്ര റൊട്ടേറ്റ് ചെയ്തു കണ്ടോ, ഈ θ ആംഗിൾ. ഈ ആംഗിൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ജനറൽ കേസ് പറയാനായിട്ട് പോകുന്നത്. അത് പ്രത്യേകം ഓർത്തോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കും. അതുകൊണ്ടാണ് ആ θ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഈ ജനറൽ കേസ് വെച്ചിട്ടാണ് ന്യൂമറിക്കൽ എല്ലാം ചോദിക്കുന്നത് കേട്ടോ. ചില കേസിൽ മറ്റേത് ചോദിക്കാറുണ്ട്. എനിവേ നമ്മൾ ഓർക്കേണ്ടത്, ആ ആദ്യത്തെ കേസ് നമ്മൾ ഡൈപോളും അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഡൈപോളുമായിട്ട്, അതായത് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ 2 കേസ് പറഞ്ഞതെങ്കിൽ ഇവിടെ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ, ഇപ്പം ഒരു ഉദാഹരണം പറയാം. നേരത്തെ നമ്മൾ ഇങ്ങനെ വെച്ചപ്പോൾ θ1, ഇങ്ങനെ വെച്ചപ്പോൾ ഈ ആംഗിൾ θ2 ആയിരുന്നു. അത് ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് നോക്കിയോ, ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്. ആദ്യം ഈ ഇലക്ട്രിക് ഫീൽഡും എന്താണ് ഡൈപോളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് θ1 ആയിട്ട് എടുത്തത്. പിന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റും അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇടയ്ക്കുന്ന ആംഗിളാണ് ഇന്ന് θ2. പക്ഷേ ഈ നോക്കാൻ പോകുന്നത് ഈ റൊട്ടേറ്റ് ചെയ്ത ഈ ആംഗിൾ വെച്ചിട്ടായിരിക്കും പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിനെ വെച്ചിട്ടായിരിക്കും പറയാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഈ θ. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണെന്നുള്ള കാര്യം. കാരണം ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ലിമിറ്റ് ഇട്ടിട്ട് ഡിഫറൻഷിയേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ ആ നടുക്കത്തെ ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നത്. θ1 ആംഗിളിൽ നിന്ന് θ2 ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് സൈഡിലോട്ട് നിങ്ങൾ ഈ ഇങ്ങനെ ഒന്ന് എഴുതിയില്ല, ജനറൽ കേസ് എന്ന് എഴുതിയിട്ട് സൈഡിലോട്ട്, മെയിൻ ഹെഡിങ് ആയിട്ട് എഴുതണ്ട, സൈഡിലോട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതിയിടാം. വി ടേക്ക് ഇക്വേഷൻ as u is equal to negative PE cos theta. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എടുക്കാൻ പറയുന്ന കാരണം, അതിന്റെ ഇക്വേഷൻ അതെന്താണെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം dw is equal to, നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഡെറിവേഷൻ പഠിപ്പിച്ചാണ്, dw is equal to PE sin theta d theta ആയിരുന്നു. അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തില്ല. പക്ഷെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, നമ്മളൊരു പർട്ടിക്കുലർ θ1 അത് അങ്ങനെയല്ല കൺസിഡർ ചെയ്യുന്നത്, ആ ഇടയ്ക്കുള്ള റൊട്ടേറ്റിംഗ് ആംഗിൾ വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഇന്റഗ്രേറ്റ് വിത്തൗട്ട് ലിമിറ്റ്സ്. അപ്പോൾ നമുക്ക് എന്താ വരിക, ഇത് സൈഡിലോട്ടാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ, അതല്ലാതെ ആൻസറിനകത്തൊന്നും അങ്ങനെ എഴുതി വെക്കണ്ട. മനസ്സിലാക്കിയാൽ മതി. ജനറൽ കണ്ടീഷൻ വരുമ്പോൾ ഈ ഇക്വേഷനാണ് ഫോളോ ചെയ്യുക. അപ്പം അതെങ്ങനെയാണ്, അപ്പം നമുക്ക് ഇങ്ങനെ നോക്കാം, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ dw is equal to ഇന്റഗ്രൽ PE sin theta d theta എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം dw ന്റെ ഇന്റഗ്രൽ w ആണ്. w is equal to PE പുറത്തിറക്കി കഴിഞ്ഞാൽ ഇന്റഗ്രൽ sin തീറ്റയുടെ മൈനസ് കോസ് തീറ്റ ആണ് അല്ലേ, മൈനസ് കോസ് തീറ്റ d തീറ്റ ആണ്. അപ്പോൾ മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാം. അതിനെ w is equal to എന്താ, നെഗറ്റീവ് PE cos theta എന്ന് എഴുതാം. കണ്ടോ, അപ്പോൾ ഈ w തന്നെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി, u is equal to നെഗറ്റീവ് PE cos theta എന്ന് വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ, അതായത് PE cos theta 1 മൈനസ് cos theta 2 രണ്ടാമത്തെ കേസിലെ ഇക്വേഷനും ഇത് തന്നെ ആവുന്നത്. അപ്പോൾ അതെങ്ങനെ സാർ എങ്ങനെ വരുന്നത് ചോദിക്കല്ലേ, അത് വേറൊരു രീതിയിലാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഇക്വേഷനും ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇക്വേഷൻ സെയിം വരുന്നേ ഉള്ളൂ, കണ്ടീഷൻ ഡിഫറെൻ്റ് ആണ് എന്നുള്ളൊരു ചിന്ത മനസ്സിലാണ്.
കൺഫ്യൂഷൻ അടിക്കരുത്. അറിയത്തില്ലെങ്കിൽ മനസ്സിലാക്കി പോവുക. ജനറൽ കണ്ടീഷൻ പറയുമ്പോൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ലിമിറ്റ് ഇല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ വരിക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, നമ്മുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഇക്വേഷൻ എന്താ? u is equal to നെഗറ്റീവ് പി ഇ കോസ് തീറ്റ ആണ്. ഓക്കെ, അപ്പം നമുക്ക് എ കണ്ടീഷൻ ജനറൽ കേസിന്റെ എ എടുക്കാം. അപ്പം ഇവിടെ തീറ്റ ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0. തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? ഡൈപോള് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കണമെങ്കിൽ അവിടെ ഒരു വർക്ക് ഡൺ നടക്കണം. അത് 0 ആവാം, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് എന്ത് വേണേ ആവാം. പക്ഷേ ഇപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡാണ്. ഈ ഇലക്ട്രിക് ഫീൽഡിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഡൈപോൾ ഇരിക്കണമെങ്കിൽ ഡൈപോൾ ഇങ്ങനെ ഇരിക്കണം. ഇതിന്റെ നെഗറ്റീവ് ചാർജ് ഇവിടെയും പോസിറ്റീവ് ചാർജ് ഇവിടെയും. ഇതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഇതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഇങ്ങനെ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, തീറ്റ 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യു ഈസ് ഈക്വൽ ടു കൊടുക്കാം നെഗറ്റീവ് പി ഇൻറ്റു എന്താ? കോസ് 0 എന്ന് കൊടുക്കാം. കോസ് 0 1 ആണ്. യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പി ഇ ആണ്. അപ്പോൾ യു എന്താണ്? യു ഈസ് മിനിമം ആണ്. ഇവിടെ മിനിമം പൊട്ടൻഷ്യൽ എനർജി വളരെ കുറവാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ, ഇതിന്റെ തന്നെ രണ്ടാമത്തെ ബി, അതായത് തീറ്റ 90 ഡിഗ്രി, അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ 90 ഡിഗ്രി റൊട്ടേഷൻ ചെയ്തു. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. പടം എങ്ങനെ വരയ്ക്കാം? പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ. ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലോട്ട്. അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്നത്. അവിടെ നിന്ന് ഞാൻ എങ്ങനെ ആക്കി? ഡൈപോളിനെ ഇങ്ങനെ ആക്കി. അതായത് ഇങ്ങനെ ആയിരുന്നു ഇരുന്നത്, അവിടെ നിന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി. അപ്പം ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പി ഇ കോസ് 90 ആണ്. കോസ് 90 0 ആണ്. യു ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആണ്. കണ്ടോ, ടോർക്ക് മാക്സിമം ആകുന്ന ഈ ഇങ്ങനെ വെക്കുമ്പോഴാണ്. പക്ഷെ അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. ഓക്കെ ആണല്ലോ. ഇനി സി എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്ന സമയത്ത് ഇഫ് സി എന്ന് പറയുന്നത് തീറ്റ 180 ആണ്. അതായത് നേരെ ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറയുമ്പം എന്താണ്? ഇങ്ങനെ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന സാധനം നേരെ ഡൈപോളിനെ കറക്റ്റ് 180 ഡിഗ്രി തിരിച്ച് ഇങ്ങനെ ആക്കുകയാണ്. അപ്പം തീറ്റ 180 ആണെങ്കിൽ നമ്മുടെ പടം എങ്ങനെ വരയ്ക്കാം? അതായത് പോസിറ്റീവ് ക്യൂ നെഗറ്റീവ് ക്യൂ പോസിറ്റീവ് ക്യൂ നെഗറ്റീവ് ക്യൂ പോസിറ്റീവ് ക്യൂ നെഗറ്റീവ് ക്യൂ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരുന്നു നമ്മുടെ എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അത് നേരെ അപ്പം ഡൈപോള് നമ്മൾ ആദ്യം എങ്ങനെ വെച്ചത്? പോസിറ്റീവ് സൈഡിൽ നെഗറ്റീവ് വരുന്നു, നെഗറ്റീവ് സൈഡിൽ പോസിറ്റീവ് വന്നു. അപ്പോൾ ഇതിപ്പം പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ നെഗറ്റീവ് ആയിരുന്നു, ഇവിടെ പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ അതിനെ നേരെ ഫ്ലിപ്പ് ചെയ്ത് 180 ഡിഗ്രി തിരിക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് അറിയാമോ? ഈ സൈഡിൽ നെഗറ്റീവ് വരും. അതായത് ഈ സൈഡിൽ നെഗറ്റീവ് ക്യൂവും ഈ സൈഡിൽ പോസിറ്റീവ് ക്യൂവും വരുന്നുണ്ടാവും. അതെ, സോറി, തെറ്റിപ്പോയി, തിരിച്ചു. ഈ സൈഡിൽ പോസിറ്റീവ് ക്യൂവും തിരിച്ചല്ലോ, പോസിറ്റീവ് ക്യൂ നെഗറ്റീവ് ക്യൂവും തിരിച്ചു. അപ്പോൾ ഈ സൈഡിൽ പോസിറ്റീവ് ക്യൂവും ഈ സൈഡിൽ പോസിറ്റീവ് ക്യൂവും ഈ സൈഡിൽ നെഗറ്റീവ്. അതായത് ഫ്ലിപ്പ് ചെയ്തിട്ടുള്ള പടമാണ് ഞാൻ വരച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? യു ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താണെന്ന് എഴുതാം? യു ഈസ് ഈക്വൽ ടു നമുക്കറിയാം നെഗറ്റീവ് പി ഇ കോസ് 180 വരുന്നു. കോസ് 180 നെഗറ്റീവ് 1 ആണ്. യു ഈസ് ഈക്വൽ ടു പി ഇ ഇൻറ്റു നെഗറ്റീവ് 1 വരുന്നു. യു ഈസ് ഈക്വൽ ടു പോസിറ്റീവ് പി ഇ വരുന്നു. അപ്പോൾ യു മാക്സിമം ആണ്. യു ഈസ് മാക്സിമം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 മിനിറ്റ് സമയം തരാം. നിങ്ങൾ എഴുതിയതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.
ആണോ ഏബിൾ ഒന്ന് പറഞ്ഞേക്കെ ഏബിൾ. ഓക്കെ, അഭിരാം എങ്ങനെയുണ്ട്? അഭിരാം ഓക്കെ സർ. എൻട്രീന Okay, sir. ഡെബ്രിയ എങ്ങനെയുണ്ട്? ഡെബ്രിയ Okay, sir. ലോഹിത്തിന് Okay, sir. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു 60% ടോപ്പിക്ക് തീർന്നു. ഇനി നമുക്ക് ഇതുമായിട്ട്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നായിരുന്നു ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കപ്പാസിറ്റൻസിനെ പറ്റി, കപ്പാസിറ്ററിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളും ഇങ്ങനൊരു 3 ഡെറിവേഷൻ, 3 പ്ലസ് 5 ഡെറിവേഷനുകളുണ്ട്. ചെറിയ രീതിയിലുള്ള 6 കൂടെ കാണുമായിരിക്കും. എനിവേ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് കൂടെ പറഞ്ഞിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇനി പഠിക്കാനുള്ളത് കപ്പാസിറ്റൻസിനെ പറ്റിയാണ്. എന്താണ് കപ്പാസിറ്റൻസിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് കപ്പാസിറ്റർ എന്താണെന്നുള്ള കാര്യം പറയാം. അപ്പം എന്താണ് കപ്പാസിറ്റർ? കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചാർജിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിൻ്റെ പേരാണ് കപ്പാസിറ്റർ. അപ്പോൾ നിങ്ങൾ ഹെഡിങ് എഴുതാം, കപ്പാസിറ്റർ. അതായത് ചാർജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. എല്ലാത്തിനകത്തും കപ്പാസിറ്റർ ഉണ്ട്. ഇപ്പം നമ്മുടെ ഫോണിൻ്റെ എന്താണ് ബോർഡ് കപ്പാസിറ്റർ ഉണ്ട്, ലാപ്പിൻ്റെ ബോർഡ് കപ്പാസിറ്റർ ഉണ്ട്, ടിവിയുടെ സർക്യൂട്ട് കപ്പാസിറ്റർ ഉണ്ട്, ഫാന് വലിയ കപ്പാസിറ്റർ, നമ്മുടെ ഫാനിൻ്റെ കപ്പാസിറ്റർ ഉണ്ട്. ഇത് ഫാനിൻ്റെ കപ്പാസിറ്ററാണ്. അതായത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഇത് ഫാനിൻ്റെ കപ്പാസിറ്ററാണ്. ഫാനിനകത്ത് ഇങ്ങനെ ഫാനിൻ്റെ ഒരു എന്താണ് ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ആ കപ്പിനകത്ത് നമ്മൾ എന്താ അതിൻ്റെ സർക്യൂട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കപ്പാസിറ്റർ. അപ്പം ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാർജിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. അറിയാമല്ലോ, ചാർജിനെ ഇലക്ട്രോണിക്സിൽ ചാർജ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ചാർജിനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളൊരു കണ്ടുപിടുത്തം ഇലക്ട്രോണിക്സിൽ വലിയ റവല്യൂഷനായിരുന്നു സൃഷ്ടിച്ചത്. അപ്പം അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നോട്ട്സ് ആയിട്ട് ഞാൻ തരാം. അത് കപ്പാസിറ്റർ, ഇറ്റ് ഈസ് എ ഡിവൈസ് used to store charge. It is a device used to store charge. അപ്പം അവിടെ ഒരു പ്രിൻസിപ്പിൾ, അതൊരു പ്രിൻസിപ്പിളിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അതെന്താണെന്ന് അറിയുമോ? Q ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V ആയി. അതായത് ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിളിൻ്റെ മണ്ടയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യുന്നത്. അതായത് ചാർജ് കൂടിയാൽ പൊട്ടൻഷ്യൽ കൂടും എന്നുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. നമുക്കറിയാം, ഏതൊരു ഇക്വേഷൻ ആണെങ്കിലും പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഉപയോഗിക്കുന്നത് Q ഈസ് ഈക്വൽ ടു, ഇവിടെ CV എന്നെഴുതാം, വേർ C ഈസ് the constant of proportionality, constant of proportionality known as capacitance. അപ്പോൾ അവിടുന്ന് നമുക്ക് 3 ഇക്വേഷൻ വേണമെങ്കിൽ എടുക്കാം. അത് ഈ Q ഈസ് ഈക്വൽ ടു CV എന്ന് പറയുന്ന സംഭവം ചില്ലിട്ട് വെച്ചേക്കുക, അത് ബോക്സിലാക്കി വെച്ചേക്കുക. C ഈസ് ഈക്വൽ ടു Q ബൈ V എന്ന് പറയുന്ന സാധനം നമ്മൾ ബോക്സിലാക്കി വെച്ചേക്കുക. അതേപോലെ തന്നെ V ഈസ് ഈക്വൽ ടു Q ബൈ C എന്ന് പറയുന്ന ഒരു ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയേ ഉള്ളൂ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽ അങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ആണല്ലോ. അപ്പം ഈ കപ്പാസിറ്റൻസ് എന്താ? അപ്പം കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പം ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കപ്പാസിറ്ററിൻ്റെ
അളവ് കപ്പാസിറ്റൻസ് എപ്പോഴും അളക്കുന്നത് ഫാരഡിലാണ്, ഫാരഡ്. അപ്പം ഇത് 2 ഇത് 2 മില്ലി ഫാരഡ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കപ്പാസിറ്ററിൻ്റെ പവർ, കപ്പാസിറ്ററിൻ്റെ അളവ് എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓരോന്നിനും ഓരോ അളവാണ്. ഇപ്പം ഇതിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കപ്പാസിറ്ററിനും ഓരോ അളവാണ്. അപ്പം കപ്പാസിറ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ കപ്പാസിറ്ററിൻ്റെ ചാർജിനെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കഴിവ്. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക് എന്നൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ തരുന്നത് അതെന്താണ്? അതായത് അവൻ്റെ കഴിവാണ് അല്ലേ, അവൻ നല്ലതായിട്ട് പഠിക്കുന്ന ആളാണെന്നുള്ളതിൻ്റെ അർത്ഥമാണോ ഫസ്റ്റ് റാങ്ക്. അടുത്തത് പഠിക്കുന്ന 1 മുതൽ ഒരു 5, 6 വരെയൊക്കെ നല്ലതായിട്ട് പഠിക്കുന്ന ടീമുകളായിരിക്കും, അല്ലെങ്കിൽ 10 വരെ നല്ലതായിട്ട് പഠിക്കുന്ന ടീമുകളായിരിക്കും. അപ്പം അതും അതേപോലെ തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയുന്നത് അതിൻ്റെ കഴിവാണ്, എത്രത്തോളം ചാർജിനെ സ്റ്റോർ ചെയ്യാനായിട്ട് അതിന് പറ്റും. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതിയേക്കണം. Capacitance is the ability of a capacitor to store charge, ഇനി അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം V is equal to Q by capacitance ആണ്, C is equal to Q by V. C is equal to Q by V ആണ്. ഇംപ്ലൈസ് Qൻ്റെത് കൂളംബാണ്, Vൻ്റെത് വോൾട്ടാണ്. അപ്പോൾ കൂളംബ് പെർ വോൾട്ടിനെ നമ്മൾ എന്ത് പറയുമെന്ന് പറയുമ്പോൾ ഫാരഡ് എന്ന് പറയും. എന്താണ് ഫാരഡ്? അത് അതിൻ്റെ കൺവേർഷൻ 1 മൈക്രോ ഫാരഡ് എന്ന് പറയുമ്പോഴത്തേക്കും 1 × 10⁻⁶ ഫാരഡാണ്. 1 നാനോ ഫാരഡ് എന്ന് പറയുന്നത് 1 × 10⁻⁹ ഫാരഡാണ്. 1 പൈക്കോ ഫാരഡ് എന്ന് പറയുന്നത് 1 × 10⁻12 ഫാരഡാണ്. ഇതും കൂടെ എഴുതിയിട്ടായിരുന്നു. ഇനി ചിലപ്പം ഡിഫൈൻ 1 ഫാരഡ് എന്ന് ചോദിക്കാം. എനിക്ക് കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നാണ് ഡിഫൈൻ 1 ഫാരഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതും കൂടെ അങ്ങനെ എഴുതിയോ, ഡിഫൈൻ 1 ഫാരഡ്. അപ്പോൾ അത് നോക്കിക്കോളൂ. ദ കപ്പാസിറ്റൻസ് of a conductor is said to be 1 farad if a charge of 1 coulomb is sufficient to raise its potential through 1 volt. ഇനി നമുക്ക് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റും അതേപോലെ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തരാം. അതിന് ഡെറിവേഷൻ ഇച്ചിരി ലെങ്തി ടോപ്പിക്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് മാത്രം പഠിക്കാനുള്ളത് ഒരു 1 hour അതിന് തന്നെ വേണ്ടി വരുമായിരിക്കും. നോക്കാം. അതും പിന്നെ കപ്പാസിറ്ററിൻ്റെ സീരീസ് നമുക്കറിയാം. റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആൻഡ് സീരീസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തിട്ട്
കോമ്പിനേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കലും അതിൻ്റെ കൺസെപ്റ്റ് ഈ തവണ അത് ചോദിച്ചായിരുന്നു ഈ തവണത്തെ ബോർഡ് എക്സാമിന്. പിന്നെ ഈ കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെയും എനർജി ഡെൻസിറ്റിയുടെയും ഡെറിവേഷൻ പഠിക്കാനുണ്ട്. പിന്നെ ഡൈഇലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പം എനിക്ക് തോന്നുന്നു 2 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നോക്കിയാൽ എന്തെങ്കിലും ഇപ്പം നമ്മൾ ഇത്ര എഴുതിയ എന്തെങ്കിലും ഡൗട്ട് ഉള്ളതെന്ന് നോക്കിയാലേ. ഏബിൾ ഓക്കെ ആണോ? ഏബിൾ നോക്കിയായിരുന്നോ? ഏബിൾ ഓക്കെ ആണോ? അഭിരാം ഓക്കെ ആണോ? അഭിരാം അതെ സർ. ഏഞ്ചലീന Yes, sir. ഓക്കെ. ഡെബ്രി ഓക്കെ ആണോ? Yes, sir. ലോവിസ് യെസ് സർ. ഓക്കെ, ഫൈൻ. അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. നാളെ ഞാൻ നോക്കട്ടെ, പുതിയ കുറച്ച് 3-4 ജോയിനീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ചാപ്റ്റർ ഓൾറെഡി നിങ്ങളിവിടെ കണക്റ്റ് ആക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ അവർക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ മറ്റന്നാളെ കാണുള്ളൂ. എന്തായാലും ഞാൻ ഇൻഫോം ചെയ്യാം. ചിലപ്പം അവർക്ക് എന്താണ് ഒരു 8 മണി 9 മണി എടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് വെക്കാനും മതി. അത് കൺഫേം ചെയ്തിട്ട് പറയാം. എന്തായാലും റെഡി ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിൽക്കട്ടെ. താങ്ക് യു സർ.